ഹലോ എവരി വൺ, വെൽക്കം ടു ദ ഹൗസ് ഓഫ് ക്രോണിക്കിൾസ്. സോ വേൾഡ് കപ്പ് ഒക്കെ ആയില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച, അതായത് 2026 വേൾഡ് കപ്പിലെ വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച 5 ടീമുകളെ പറ്റിയാണ്. അപ്പം ഏറ്റവും ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീമാണ് ഫ്രാൻസ്. ഒന്നാമതായി ഫ്രാൻസിനെ പറ്റി പറയാം. അപ്പോൾ ഫ്രാൻസിനെ പറ്റി പറയുമ്പോൾ ഫ്രാൻസിൻ്റെ കോച്ചിനെ പറ്റി പറയണം. ദശാംസ്, വാട്ട് എ വണ്ടർഫുൾ കോച്ച് അല്ലേ. പുള്ളി ഒരു ടാക്റ്റിക്കൽ ജീനിയസാണ്. പുള്ളിക്കറിയാം ഈ ഫ്രഞ്ച് പ്ലെയേഴ്സിനെ ഏതൊക്കെ പൊസിഷനിൽ എങ്ങനെയൊക്കെ കളിപ്പിക്കണം എന്നുള്ള കൃത്യമായ ധാരണ ദശാംസിനുണ്ട്. ഇനി പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എംബാപ്പെ, ഡെംബലെ, ഒലീസെ ഇവരൊക്കെ സ്റ്റാർ പ്ലെയേഴ്സ് തന്നെയാണ്. അവരുടെ ബെഞ്ച് നോക്കിയാലും അവരുടെ മിഡ്ഫീൽഡ്, ഡിഫെൻസ് എല്ലാം നോക്കിയാലും കൃത്യമായി നല്ല ഔട്ട്പുട്ട് ഇടാൻ പറ്റുന്ന നല്ല പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഡെംബലയുടെ കാര്യം പറഞ്ഞാൽ ബാലൻഡോർ വിന്നറാണ്. എംബാപ്പെ കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ്. അർജൻറ്റീനയ്ക്കെതിരെ ഫൈനലിൽ ഹാട്രിക് വരെ അടിച്ച മുതലാണ് ഈ എംബാപ്പെ. ഒലീസ ആയാലും ക്ലബ് ഫുട്ബോൾ ഇപ്പം റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ബയേണിന് വേണ്ടി മിനിമം പെർഫോമൻസ് ആയിരുന്നു. സോ എല്ലാം കൊണ്ടും മികച്ച ഒരു ടീമാണ് ഫ്രാൻസ്. അപ്പോൾ അതായത് ഈ വേൾഡ് കപ്പിൽ ഇൻ മൈ ഒപ്പീനിയൻ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ടീമാണ് ഫ്രാൻസ്. രണ്ടാമതായി എടുത്തു പറയേണ്ടത് സ്പെയിനാണ്. നെക്സ്റ്റ് ഫേവറേറ്റ്സ് സ്പെയിനാണ്. ഇപ്പോൾ സ്പെയിനെ പറ്റി പറയുമ്പോൾ ലാമാസിയ പ്രൊഡക്ട്സ് ആണ് കൂടുതലുള്ളത് അതിനകത്ത്. ബാഴ്സലോണ പ്ലേയേഴ്സ്, ലമീൻ യമാൽ, പെഡ്രി ഇവരൊക്കെ ഉണ്ട്. അപ്പം ലമീൻ യമാൽ അറിയാം, ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കഴിവാണ്. അടുത്ത മെസ്സി എന്ന് വരെ പലരും വിലയിരുത്തി തുടങ്ങി. അപ്പം അതുപോലെ തന്നെ നിക്കോ വില്യംസ് നല്ല പ്ലെയറാണ്. ഇനി സ്പെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആര് വേണമെങ്കിലും പോയി ഗോൾ അടിക്കും. അതായത് ഇപ്പോൾ ഡിഫൻഡേഴ്സ് ആയാലും മിഡ്ഫീൽഡേഴ്സ് ആയാലും ഫോർവേഡ് ആയാലും തന്നെ എല്ലാവർക്കും ഗോൾ അടിക്കാനുള്ളൊരു പക്ക ഔട്ട്പുട്ട് സ്പെയിനുണ്ട്. അതിനൊരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് 2012 യൂറോ കപ്പ് ഫൈനൽ. അതിൽ സ്പെയിൻ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡോമിനൻ്റ് ആയിട്ടുള്ള ലൈനപ്പ് അല്ല. അവരുടെ ഫോർവേഡ്സ് പലരും ഇല്ലായിരുന്നു ആ മാച്ചിൽ, ഫൈനൽ മാച്ചിൽ. അവർ മിഡ്ഫീൽഡേഴ്സിനൊക്കെ ഫോർവേഡ് ഇറക്കി കളിപ്പിച്ച ഒരു മാച്ചായിരുന്നു അത്. പക്ഷെ അവരത് മാസീവ് വിക്ടറിയാണ് അവർക്കത് നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിന് എങ്ങനെ വേണമെങ്കിലും സ്പെയിൻ ഗോൾ അടിക്കും. ആ ടീമിനതുണ്ട്, ആ ടീമിൻ്റെ ഐഡൻറ്റിറ്റിയാണത്. അതുപോലെ തന്നെ പൊസഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രോൾഡ് ഗെയിം ആയിരിക്കും സ്പെയിൻ കളിക്കുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കളിച്ച് വരുന്നത്. യൂറോ ചാമ്പ്യൻസ് ആണ്. അതായത് പിന്നെ നേഷൻസ് ലീഗ് അവർ പരാജയപ്പെട്ടു ഫൈനലിൽ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തന്നെ സ്പെയിന് ബെറ്റർ ടീം തന്നെയാണ്. അപ്പോൾ അടുത്തതായി പറയുന്നത് അർജൻറ്റീനയാണ്. മൂന്നാമത്തെ അല്ലെങ്കിൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീം അർജൻറ്റീനയാണ്. അപ്പോൾ അർജൻറ്റീനയെ പറ്റി പറയുമ്പോൾ സാക്ഷാൽ ലയണൽ മെസ്സി ക്യാപ്റ്റൻസി ഉള്ള മികച്ച ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ്. വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് അവർ ഫൈനൽ കപ്പടിച്ചത്, ഖത്തർ വേൾഡ് കപ്പിൽ. ഇത്തവണ ടീമിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ആ പഴയ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ നെതർലാൻഡിനോടുള്ള കണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപിടി, അവസാനം ലാസ്റ്റ് നിമിഷം അവർ അത് ഡോമിനേറ്റ് ചെയ്ത് കളി അവർ ജയിച്ചു, ഷൂട്ടൗട്ടിലായാലും. അപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇത്തവണയും അവർ നിലനിർത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. സോ പുള്ളിക്ക് ഇത്തവണ അവർക്ക് പ്രഷറേ ഇല്ല ബേസിക്കലി അർജൻറ്റീനയ്ക്ക്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് അവർ അടിച്ചു, മെസ്സിക്ക് ഇല്ല. മെസ്സിക്ക് ഒരു 2 എണ്ണം അടിച്ചാൽ 2 കോൺസിക്യൂട്ടീവ് വിന്നാവും. സോ മൂന്നാമത്തെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള അർജൻറ്റീന തന്നെയാണ്. ഇനി നാലാമത് വരുന്നത് പോർച്ചുഗലാണ്, ക്രിസ്ത്യാനോയുടെ. അപ്പം പോർച്ചുഗലിനെ പറ്റി പറയുവാണെങ്കിൽ അവർ നേഷൻസ് ലീഗ് അടിച്ചിട്ടാണ്. ഇപ്പോൾ 1 വർഷത്തോളമായി നേഷൻസ് ലീഗിൻ്റെ നല്ല ഡോമിനൻ്റ് പെർഫോമൻസ് കാണിച്ച് അവർ വിൻ ചെയ്തതാണ്. സ്പെയിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു ലൈനപ്പൊക്കെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോ ആയിരിക്കും സെൻട്രൽ ഫോർവേഡ്. മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ആയിട്ട് കളിക്കാൻ വിറ്റീനെ കാണും. അതുപോലെ ന്യൂനോ മെൻഡസ് കൃത്യമായി മാർക്ക് ചെയ്യുന്ന, ഇപ്പോൾ നിലവിലെ ഫുട്ബോളിലെ കൃത്യമായി ഫോർവേഡ്സിനെ മാർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് ന്യൂനോ മെൻഡസ്. അപ്പോൾ അവർക്കും നല്ലൊരു സ്കോർ ഉണ്ടെന്നാണ് ഇൻ മൈ ഒപ്പീനിയൻ. നാലാമത് അവരെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അഞ്ചാമതായി ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് ഒരു അൺലക്കി ടീമായിട്ടാണ് പൊതുവെ ആൾക്കാരെ വിലയിരുത്തുന്നത്. ഇപ്പം തോമസ് ടൂച്ചലിൻ്റെ കീഴിൽ അവർ മികച്ച രീതിയിൽ ഈ സീസണിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം എടുത്തു പറയേണ്ടത് ഹാരി കെയിനെ പറ്റിയാണ്. ഇംഗ്ലണ്ട് സ്ക്വാഡിൽ ഹാരി കെയിൻ വാട്ട് എ സ്ട്രൈക്കർ, എന്താണ് പറയേണ്ടത്, ഒരു മൊത്തത്തിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നൊരു തരം പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് ഹാരി കെയിൻ. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാം ഉണ്ട്, നല്ല പ്ലെയറാണ്. അപ്പോൾ ഇത്തവണ ഇംഗ്ലണ്ടിനും നല്ല സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് ഈ അവസാനം കൊണ്ട് കല ഉടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത്തവണ നല്ല മെൻറ്റാലിറ്റിയിൽ കളിക്കുകയാണെങ്കിൽ
അവർക്കും വേൾഡ് കപ്പ് പഠിക്കാനേ ഉള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സ്കോഡുണ്ട്. സോ ആ ഒരു മെൻറ്റാലിറ്റി ബെറ്ററായിട്ട് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. സോ ഈ 5 ടീമുകളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് പഠിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.